അജിത് ഗോപി സാർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നത് സാധാരണഗതിയിൽ വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നും അതിലൂടെ വൈദ്യുതി KSEBിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗമുണ്ടാകുമെന്നുള്ള ഒരു ചിന്തയാണ് പൊതുസമൂഹത്തിൽ നിൽക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾക്കുള്ളത്. പക്ഷേ ഇതിന് വിപരീതമായ ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്നത്. സാധാരണഗതിയിൽ വൈദ്യുതി നിരക്കുണ്ടാവുന്നതിലും അധികമായി സോളാർ ഉപയോഗിക്കുന്നവർക്ക് വരുന്നു എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി? സോളാർ ഉപയോഗിക്കുന്നത് വലിയൊരു ചതിയാണ്? തീർച്ചയായിട്ടും അല്ല. ഇത് ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമായിട്ട് ഉണ്ടായ ഒരു പ്രചരണമാണെന്നാണ് അനർട്ടിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. അനർട്ട് ഈ രംഗത്ത് വളരെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പവർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള സ്റ്റേറ്റ് നോഡൽ ഏജൻസിയാണ്. കേരളത്തിൽ സൗരോർജ രംഗം ഇത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആകാനുള്ള പ്രധാനമായിട്ടുള്ള ഒരു നേതൃത്വം വഹിച്ചത് അനർട്ടാണ്. ഇപ്പോഴും അനർട്ടും KSEBിയും ഒക്കെ തന്നെ തോളോട് തോൾ ചേർന്നാണ് ഈ സൗരോർജ കേരളത്തിൽ ഒരുക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഈ സാങ്കേതിക രംഗങ്ങളിൽ വരാം. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിനെ സംബന്ധിച്ചൊരു വിവാദം വന്നത് തന്നെ ഇത് സംബന്ധിച്ചൊരു KCRCയുടെ നെറ്റ് ബില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രണ്ടാമത്തെ അമെൻമെൻറ്റിൻ്റെ ചർച്ച വന്നപ്പോഴാണ്. ഈ ചർച്ചയിൽ ഈ വിഷയം ഇതൊരു അജണ്ടയായിട്ട് തന്നെ ഇല്ല. അതിൽ ഡെഫിനിഷൻസിൻ്റെ ഭാഗത്ത് മാത്രം വന്ന ഒരു പരാമർശത്തിനെ വെച്ചുകൊണ്ടാണ് ചർച്ച അങ്ങോട്ട് പോയത്. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇന്ന് 675 മെഗാവാട്ടിലധികം വൈദ്യുതി പുരപ്പുറ സോളാറിൽ നിന്നും, അതായത് റൂഫ് ടോപ്പ് സോളാറിൽ നിന്നും എല്ലാം കൂടെ 1000-ലധികം വൈദ്യുതി, അതായത് 1 മെഗാവാട്ടിലധികം വൈദ്യുതി സൗരോർജ സംവിധാനങ്ങൾ വഴിയും ലഭ്യമാകുന്ന ഒരവസ്ഥയാണ്. അത് കേരളത്തിലെ ഊർജ്ജരംഗത്ത് വളരെയധികം സഹായം ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഇത്തരം ആശങ്കകൾ ഉണ്ടാവുന്നത് ഒരുപക്ഷെ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. പല രീതിയിൽ സർക്കാരും KSEBിയും ഒക്കെ തന്നെ ഈ കാര്യത്തിൽ വേണ്ട ക്ലാരിഫിക്കേഷൻ നടത്തി എന്നുള്ളതാണ് പ്രാധാന്യം. ഇതുകൊണ്ട് നമ്മൾ ഈ രംഗത്ത് നടക്കുന്ന ഒരു വിപ്ലവത്തെ, അല്ലെങ്കിൽ സൗരോർജ രംഗം നമ്മുടെ ഊർജ സ്രോതസ്സുകൾക്ക് അല്ലെങ്കിൽ ഊർജത്തിൻ്റെ രംഗത്ത് നമുക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഒരു സ്രോതസ്സ് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഈ കാര്യത്തിൽ ഇത്തരം ഒരു പ്രചരണങ്ങൾ, തെറ്റായ പ്രചരണങ്ങൾ, ഇതിന് പിന്നോട്ട് പോകാൻ പാടില്ല. ഇത് ഈ പ്രവർത്തനങ്ങളെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭിപ്രായം പറയാനുള്ളത്. വളരെ വ്യക്തമാണ് ഡോക്ടർ അജിത് ഗോപി.